ആഫ്രിക്കൻ മരുഭൂമിയിലുള്ള പല്ലി. ഹലോ കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു കാണും ഫാമിലിയിലത്തെ കാഴ്ചകൾ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പക്ഷികളുടെ ഒരു വിഭാഗത്തിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയും പല സംഭവങ്ങളുണ്ട്, അപ്പോൾ വെയിറ്റ് ചെയ്ത് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പർപ്പിൾ സ്റ്റാർലിംഗ് എന്ന് പറഞ്ഞ യുണൈറ്റഡ് സ്റ്റേറ്റ്, അതായത് US-ത്തെ അവിടെ കാണപ്പെടുന്ന ഒരു പർപ്പിൾ സ്റ്റാർലിംഗ് എന്ന് പറഞ്ഞൊരു പക്ഷിയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, എല്ലാം മനോഹരമാണ്. ചെടികളും എല്ലാം അവർ നട്ടുവെച്ചിട്ടുണ്ട്. നമുക്ക് നടക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ഇത് നമ്മൾ ഇതുപോലത്തെ നമ്മൾ കോഴീനെ ചിലപ്പോൾ കണ്ടു കാണും, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഇപ്പം നിങ്ങൾ കാണുന്നത് ടർക്കി കോഴികളാണ്, പലതരം ടർക്കി കോഴി. ഇവിടെ നിങ്ങൾ കണ്ട ടൈപ്പ് ആയിരിക്കില്ല, വ്യത്യസ്തമായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ടർക്കി കോഴി ഞാൻ പേരുകൾ പറയുമ്പോൾ അത് ഇവിടെയും കാണുമെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഇത് പുറമത്തെയാണ്. പിന്നെ ഇത് തത്തകളുടെ ഒരു വിഭാഗമാണ്. പലതരം തത്തകൾ ഇവിടെ ഉണ്ട്, പല വർണ്ണത്തിലും. പിന്നെ അതുപോലെ ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ടൈമിൽ ഒരു തത്തയാണെങ്കിൽ ഞാൻ ക്യാമറ മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പം അതൊരു രസകരമായിട്ട് തോന്നി. ഇത് ഇപ്പം കാണുന്നത് പല്ലികളാണ്. പല്ലികൾ, ഓന്തുകൾ, ആ ഒരു വിഭാഗത്തിൽ പെട്ടത്. അപ്പം ആദ്യം ഞാൻ നോക്കുമ്പോൾ ഈ താഴത്തെയും മേലെ ഒരെണ്ണം പോണത് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ അവിടെ ആ മരത്തിൻ്റെ ഇതുമേ അതിനോട് ചേർന്ന്, അതായത് അതിൻ്റെതായ കളറിൽ കുറേ ഓന്തുകൾ അവിടെ ഇവിടെ കയറ്റി ഇരിക്കുന്നുണ്ട്. ഓന്തെന്ന് പറഞ്ഞാൽ പല്ലിയുടെ വിഭാഗമാണ്. ഞാൻ ഓന്തെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇനി നമ്മൾ പ്രാവുകളാണ് കാണാൻ പോകുന്നത്, അതായത് വെറൈറ്റി പ്രാവുകൾ. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഓരോ പ്രാവുകൾക്കും, ഇപ്പോൾ കാണുന്നത് കോഴിയാണ്, അത് പുറമത്തെ കോഴിയാണ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അതുപോലെ തന്നെ ഈ പ്രാവ്, ഇതൊരു പ്രാവിനെയാണ്. പക്ഷെ ആ പ്രാവിനെ കണ്ട ആ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ രോമങ്ങൾ, അതായത് അതിൻ്റെ ചിറകിങ്ങനെ വിരിച്ച് നിൽക്കണ പോലെ നമുക്ക് പലരെയും സാദൃശ്യം തോന്നും. പക്ഷെ ഞാനത് ഈ വീഡിയോയിൽ പറയുന്നില്ല. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ കുറച്ച് നേരം നമ്മളിതിൽ നോക്കിയിരുന്നു, കാരണം ഇവറ്റങ്ങളുടെ ആ നിൽപ്പ്, അതോ അതിന് ഷേപ്പ് അങ്ങനെ തന്നെയാണോ അല്ലേ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന് ഷേപ്പൊക്കെ അതേപോലെ തന്നെയാണ്. അതിന് വേറൊരു ഭാവം മാറ്റില്ലേ. ഇവർ രണ്ടുപേരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കളിക്കുമ്പോൾ ഭാവം മാറ്റില്ലാണ്ട് അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഈ പ്രാവുകൾക്കാണെങ്കിൽ കാലുമയാണ് കൂടുതൽ ഞാൻ വ്യത്യസ്തത കണ്ടത്. അതായത് നമ്മൾ ഈ തൂവലുകൾ വീണെടുക്കില്ല, ആ തൂവലുകൾ ഒട്ടിച്ച് വെച്ച പോലെയാണ് ഇവയുടെ കാലുകളൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ കളറാണ് ഇവനെ പറയേണ്ടത്, നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. നല്ല ഭംഗിയാണ് കളറ്. ഇത് കോഴിയാണ്. കോഴികളും പ്രാവുകളാണ് ഈ സ്ഥലത്ത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഓടിച്ചോടിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിവിടെ വരാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇതിലും ഓരോ ഫീച്ചേഴ്സ്, അതായത് ഓരോ പ്രത്യേകതകളുണ്ടാവും ഓരോ പ്രാവിനും. ഒരു പ്രാവ് ഒറ്റക്കാലിൽ നിൽക്കണ കണ്ടു, അപ്പോൾ അതൊരു രസമായിട്ട് തോന്നി. ഇപ്പോൾ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഒറ്റക്കാലിൽ കുറേ നേരമായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വരുമ്പോൾ നിൽക്കണതാണ്, ഞങ്ങൾ പോകുമ്പോഴും നിന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അതായത് മർമൂസറ്റ് മങ്കി എന്ന് പറഞ്ഞിട്ട്, അതായത് ഇവിടുത്തെ മങ്കി അല്ല, അമേരിക്കയിലത്തെയാണ്. അപ്പൊ ആദ്യം പെട്ടെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടില്ല, പിന്നെയാണ് കണ്ടത് സംഭവം. ഒന്ന് രണ്ട് കൂടുമ്പോൾ അവര് എഴുതി വെച്ചിട്ടുണ്ടാവും, അതായത് ചിലപ്പോൾ കടിക്കും, അതുകൊണ്ട് അധികം ഉള്ളിലേക്ക് കൈയിട്ട് ഇളക്കണ്ട എന്നൊക്കെയും പറയും. അവർക്ക് കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അതുപോലെ. അപ്പോൾ ഇത് അമേരിക്കയിലത്തെ ഒരു കുരങ്ങാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മൾ TV-ലൊക്കെയും കാണും, സിനിമകളിലൊക്കെയും കാണാൻ പറ്റും ഇങ്ങനത്തെ.
ഈ കിളിക്ക് ഒരു വ്യത്യാസമുണ്ട്. അതായത് ഹെലികോപ്റ്ററാണ്, ഹെലികോപ്റ്റർ ബേർഡ്. അതായത് ഇതിന്റെ ചിറകുകൾ നോക്കി കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിന്റെ പോലെയാ. ഈ എന്താ പറയാ, ഹെലികോപ്റ്ററിന്റെ മേലെ ആ ഫാൻ ഉണ്ടാവുമല്ലോ, ആ ഫാൻ പോലെയാണ് ഇവറ്റങ്ങളുടെ ആ ചിറകിന്റെ ആ മേൽവാശി. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ, നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, സൂക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ചിറകുകളുടെ പ്രത്യേകത. ഇവിടുത്തെ 2 വലിയ തത്തമ്മ മക്കാവോ. അവിടെ താഴത്ത് വേറെ 2 തത്തകൾ ഇരിക്കുന്നുണ്ട്. ആ തത്തയെ കുറിച്ച് നമുക്ക് പിന്നെ കാണാം. അതായത് നമ്മുടെ ചിപ്പൂസും അമ്മയും നടന്ന് ക്ഷീണിച്ചു. കാരണം നമ്മൾ ഓരോ കാഴ്ചകളും കാണുമ്പോൾ അതിനോട് ലയിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ഇവരൊക്കെയും ക്ഷീണിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇത് അണ്ണാനാണ്. അണ്ണാൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു അണ്ണാനാണ്. ഇനി നമ്മൾ തത്തകളുടെ ഒരു വിഭാഗം കോണൂർ എന്ന് പറയും. കോണർ എന്ന് പറഞ്ഞിട്ട് ഒരു തത്തയാണിത്. തത്തകളുടെ ഒരു വെറൈറ്റി തത്തയാണ്. അപ്പൊ അവിടുത്തെ ചേച്ചി നമ്മളെ ഉള്ളിലേക്ക് കടത്തിയപ്പോഴുള്ള രസം എന്താണെന്നുണ്ടെങ്കിൽ ചിപ്പൂസും അമ്മയുടെ കയ്യിൽ അതിന് കൊടുക്കാനുള്ള തീറ്റ കൊടുത്തു. പക്ഷെ അവർ ആ തീറ്റ കഴിക്കാണ്ട് ക്യാമറ പിടിച്ചിരിക്കുന്ന എൻ്റെ മേലേക്കാണ് തീറ്റകളെല്ലാം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പറന്നു വന്നിട്ട് പിന്നെ എന്നെ ഒന്ന് പൊതിയിലുണ്ടായി. കാരണം വേറൊന്നല്ല, ഞാൻ ഇട്ടിരിക്കുന്ന ബനിയന്മേ കുറെ കറുപ്പ കുത്തി പോലെയൊക്കെ ഉണ്ട്. അപ്പൊ അത് തീറ്റ അണിച്ചിട്ട് വന്നിട്ട് എല്ലാതും എൻ്റെ മേത്ത് വന്നിട്ട് കൊത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിലേക്ക് കിടക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, ശരി ഞാൻ ക്യാമറ പിടിക്കില്ല, എനിക്ക് തീറ്റ വേണ്ട, അവർക്ക് തീറ്റ കൊടുക്കുമ്പോൾ എനിക്ക് ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാം. പക്ഷെ നേരെ മറിച്ചാണ് സംഭവിച്ചത്. അവരുകളെല്ലാം എന്നെ വന്ന് പൊതിഞ്ഞു. ലാസ്റ്റ് ഞാൻ പുറത്തേക്ക് കിടക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു. ഞാൻ വേഗം തന്നെ പുറത്തേക്ക് കിടക്കാന്നുള്ള പ്ലാനിൽ ഞാൻ പുറത്തോട്ട് നീങ്ങാണ്. അപ്പോൾ എൻ്റെ തലയിൽ വന്ന് ഇരുന്ന് നിങ്ങൾക്ക് കാണാം ഞാൻ കിടക്കാൻ പെടുന്ന പാട്. ഇവർ ഈ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഈ ഗ്രില്ല് ആദ്യത്തെ വാതിൽ നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തത്തകളൊന്നും പറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വാതിൽ തുറന്ന് പുറത്തേക്ക് കിടക്കും. അപ്പം അങ്ങനെ ഞാൻ കടന്നു ആദ്യം, പിന്നെ അമ്മ കടന്നു, പിന്നെ ചിപ്പൂസ് കറക്കാൻ നോക്കുമെങ്കിൽ ചിപ്പൂസിനെ അതുപോലെ തന്നെ മേലെ കയറി വന്ന് കൊത്താൻ തുടങ്ങി. അതായത് ചിപ്പൂസിന്റെ കമ്മലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നും. അപ്പൊ കമ്മല് കൊത്താൻ തുടങ്ങി. നമ്മൾ മുമ്പ് നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിൽ നമ്മൾ പോയപ്പോൾ ഇങ്ങനത്തെ തത്തകൾ ഉണ്ടായിരുന്നു. ഇത് ഒട്ടകപക്ഷിയാണ്. ഒട്ടകപക്ഷീനൊന്നും നമ്മൾ അധികം നിങ്ങൾക്ക് കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം ഈ കാണുന്നത് തത്തയാണ്. ഈ തത്ത പ്രത്യേകതയുള്ളതാണ്, കാരണം വാലില്ല, പക്ഷെ ഒരു റൗണ്ട് ഫിഗറാണ്. അതായത് നല്ല, നമ്മൾ പറയില്ലേ, നല്ല ശരീരം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൊഴുത്ത ശരീരമാണ് ഈ തത്തയ്ക്കുള്ളത്. പിന്നെ ഇത് ഡയമണ്ട് ഡോവാണ്, പ്രാവുകളാണ്. ഡയമണ്ട് എന്നാണ് പറയാ. ഈ പ്രാവിനെ നമ്മൾ കണ്ടു കാണും. കുറെ മാലകൾ ഇങ്ങനെ പോയി നടക്കണ പോലെ ഒന്ന് ഫീൽ കിട്ടുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ ഒരു കൂട്ടിൽ വരുന്ന മരച്ചില്ല പോലെ കണ്ടു. അപ്പൊ ഇതിനുള്ളിൽ ആരും ഒന്നും ഇല്ലെന്ന് വിചാരിച്ചു. പിന്നീടാണ് കണ്ടത് ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന മീർ കാറ്റ്. ഇപ്പോൾ കുറെ നമ്മൾ വിളിച്ചു, അതായത് മുന്നിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ മുന്നിലേക്ക് ഒന്നും വന്നില്ല. നമ്മൾ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഇതാണ് മീർ കാറ്റ്, സൗത്ത് ആഫ്രിക്കയിൽ കാണപ്പെടുന്നതാണ്. ഇത് കോഴികളാണ്. നിങ്ങൾ ഓൾറെഡി നമ്മൾ മ്യൂസിയം, അതായത് മുമ്പ് നമ്മൾ തൃശ്ശൂർ സൂ മ്യൂസിയം ഇതൊക്കെയും കാണിച്ചപ്പോൾ സ്വർണ്ണക്കോഴി, ഈ കാണുന്നതാണ് സ്വർണ്ണക്കോഴി. മുമ്പ് ഞങ്ങൾ കാണിച്ച വീഡിയോയിൽ കുറച്ച് വെളിച്ചം കുറവായിരുന്നു. ഇതുപോലെ അടുത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയിരുന്നില്ല. ഇതാണ് സ്വർണ്ണക്കോഴി. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ കോഴികളെ നമുക്ക് വീട്ടിൽ വളർത്താൻ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അതുപോലെ തന്നെ വെള്ളിക്കോഴി, സ്വർണ്ണക്കോഴി, വെള്ളിക്കോഴി, അങ്ങനത്തെ ഒരു വിഭാഗമാണ് ഈ സെക്ഷനിലുള്ളത്.
പലതരം കളറുണ്ട് കേട്ടോ. ഞാൻ സ്വർണ്ണക്കോഴി, വെള്ളിക്കോഴി, പിന്നെ പല കളർ അതിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. ആ കൂടിൻ്റെ പിന്നിൽ, അതായത് കൂടിൻ്റെ പുറത്തൊരു കോഴി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇത് പുറത്ത് ചാടിയതാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. പറഞ്ഞു അല്ല, ഞങ്ങൾ പുറത്ത് വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്, നല്ലൊരു എൻവയോൺമെൻ്റാണ് ഇവർ നമ്മൾ തന്നിരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാ ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് അങ്ങനത്തെ എല്ലാ ജീവജാലങ്ങളായിട്ട് നമുക്ക് ഇടപഴകി മുന്നോട്ട് പോകാം. പിന്നെ നമുക്ക് പാമ്പിനെ ആയാലും തേളിനെയായാലും എല്ലാത്തിനും എടുക്കാം. ധൈര്യമുള്ളവർക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം. അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ എടുത്ത് കാണിക്കാൻ പറഞ്ഞാലും അവരെല്ലാവരും എടുത്ത് തരാനായിട്ട് അങ്ങനത്തെ ഒരു സജ്ജീകരണങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ആംബിയൻസ് ആണ്. ഞങ്ങൾ നടന്നു വന്ന വഴികൾ. ഇത് ഞങ്ങൾ നേരത്തെ, അതായത് ഫസ്റ്റ് പാർട്ടിലെ വീഡിയോയിൽ ഞങ്ങളൊരു പൂച്ചനെ കാണിക്കുമ്പോൾ മടിയനായിട്ട് ഉറങ്ങുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരുമ്പോൾ അത് എഴുന്നേറ്റ് നിന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അതും കൂടി പകർത്തിയതാണ്. പിന്നെ ഒരു ലവ് സീനാണ്. 2 ആടുകളും, ഒന്ന് ചൈനക്കാരിയാണ്, ഒന്ന് അമേരിക്കക്കാരിയാണ്. അപ്പോൾ 2 പേരും തമ്മിലുള്ള ഒരു ഗുസ്തിയല്ല, ശരിക്കും ഇവർ തമ്മിലൊരു എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സർബത്തും ചായക്കും കുടിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മടങ്ങാണ്.